നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് കരുത്തുറ്റ നേതൃത്വമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് സാധിക്കൂ എന്ന് കൊട്ടാരക്കരയിൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് വലിയ മുന്നേറ്റം നാട് കൈവരിച്ചു. വോട്ടും വാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംവാദം കൊല്ലത്ത്. പുനലൂരിൽ UDF വിമതനെ ചേർത്ത് പിടിച്ച് KC വേണുഗോപാൽ. വിമതനായി മത്സരിക്കാനൊരുങ്ങിയ DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാനുമായി ചർച്ച. മത്സരത്തിൽ നിന്നും സഞ്ജയ് ഖാൻ പിന്മാറി. ചവറയിൽ NDA സ്ഥാനാർത്ഥി KR രാജേഷിന്റെ റോഡ് ഷോ. രാമൻ കുളങ്ങരയിൽ നിന്നും നല്ലെഴുത്തുമുക്ക് വരെയായിരുന്നു റോഡ് ഷോ. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് കരുത്തുറ്റ നേതൃത്വമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്ന് കൊട്ടാരക്കരയിലെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. പ്രസ് ക്ലബും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച വോട്ടും വാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് വലിയ മുന്നേറ്റം നാട് കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ്, പ്രളയം, നിപ ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി വെല്ലുവിളികൾ നേരിട്ടു. ഈ സർക്കാരിന്റെ ആദ്യകാലങ്ങളിലും കോവിഡ് പ്രതിരോധത്തിൽ ശ്രദ്ധ കൊടുത്തു. പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് വലിയ മുന്നേറ്റം നാട് കൈവരിച്ചു. വയനാട് ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറാകാതിരുന്നപ്പോഴും സംസ്ഥാന സർക്കാർ അവർക്ക് വീട് വെച്ചു നൽകി. പശ്ചിമേഷ്യയിൽ യുദ്ധം കാരണം നമ്മുടെ അടുക്കളയിലും പ്രതിസന്ധി രൂപപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സംരക്ഷിച്ചു നിർത്താനും LDFനല്ലാതെ മറ്റാർക്കും സാധിക്കില്ലെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. പലതരത്തിലുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തിന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് കഴിയൂ എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെയും മുമ്പത്തെയും കാര്യങ്ങൾ കാണിക്കുന്നത്. 57 മുതലുള്ള അനുഭവങ്ങൾ നോക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നത്. അത് കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. അത് കേരളത്തിലെ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഓരോ ചെറുപ്പക്കാരനും പുതിയൊരു കുട്ടിക്കും ജനിച്ചു വരുന്ന കുട്ടിക്കും അവരുടെ ജോലിയും അവരുടെ ഭാവിയും അവരുടെ സമാധാനപരമായ ജീവിതവും ഉറപ്പാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഈ ഒരു കാര്യം ഉണ്ട് എന്നുള്ളപ്പോൾ തന്നെ എന്തുകൊണ്ട് സവിശേഷമായ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനോടൊന്ന് ഞാൻ കാണുന്നത് ലോക രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്താണ് നിപയും കോവിഡും അതുപോലെ പ്രളയവും എല്ലാം വന്നത്. അതിനെ നേരിടാൻ വളരെ വലിയ ഒരു പ്രവർത്തനം നടത്തിയ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കുകളിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിങ്ങിന്റെ ഒരു കാര്യം കേരളത്തിലെ മുഴുവൻ ആളുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയെന്നുള്ളത്. കേരളത്തിൽ ചേർത്തത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ തന്നെ, ഒരു മുന്നണി തന്നെ ആവർത്തിക്കപ്പെടുന്നത്. വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി മറ്റു പാർട്ടികളിലേക്ക് പോയവരെ ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് M മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ, AIBEA ജില്ലാ സെക്രട്ടറി MA നവീൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സനൽ D പ്രേം, ട്രഷറർ കണ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറയിൽ NDA സ്ഥാനാർത്ഥി KR രാജേഷ് റോഡ് ഷോ നടത്തി. രാമൻ കുളങ്ങരയിൽ നിന്നും നല്ലെഴുത്തുമുക്ക് വരെയായിരുന്നു റോഡ് ഷോ. ചവറ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി KR രാജേഷിന്റെ റോഡ് ഷോയാണ് നടന്നത്. രാമൻകുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വള്ളിക്കീഴ്, കാവനാട്, കഞ്ഞേറ്റി വഴി നല്ലെഴുത്തുമുക്ക് BJP അസംബ്ലി മണ്ഡലം ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ചവറയുടെ മണ്ണിൽ പുതുചരിത്രം കുറിക്കുവാൻ KR രാജേഷ്. ഇതാ മാറ്റത്തിന്റെ ചവറ നിയമസഭാ മണ്ഡലം ഇൻചാർജ് വെള്ളിമൺ ദിലീപ്, കൺവീനർ B ശ്രീലാൽ, ചവറ മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ അയോധ്യ, പന്മന മണ്ഡലം പ്രസിഡന്റ് സജിക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂരിലെ LDF സ്ഥാനാർത്ഥി C അജയപ്രസാദ് അഞ്ചലിൽ പര്യടനം നടത്തി. വിവിധ മേഖലകളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പുനലൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C അജയപ്രസാദ് അഞ്ചൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തിയത്. കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു അജയപ്രസാദ്. വ്യാപാരികൾ, തൊഴിലാളികൾ, ഹരിതസേനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ നേരിട്ട് കണ്ടു. പുനലൂർ മണ്ഡലത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും സജീവമാണ്. ഏറെ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് C അജയപ്രസാദ് പറഞ്ഞു. രാവിലെ 8-ന് ആരംഭിച്ച പര്യടനം രാത്രി 7-ഓടുകൂടി സമാപിച്ചു. ഒരു ഭരണ തുടർച്ച ഇവിടെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ഒരു സംശയത്തിന്റെ കാര്യമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
വികസന പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ തുടർച്ച നമുക്ക് ആവശ്യമുണ്ട്. ആ തുടർച്ചയുടെ ആവശ്യത്തിനുള്ളവരാണ് ജനങ്ങൾ വീണ്ടും ഒരു ഗവൺമെൻറ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനം ആ പ്രവർത്തനം നടക്കുന്നു. സുബാലിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതെല്ലാം തുറന്നുള്ള വീടുകളിൽ വരുന്ന ജനപ്രതിനിധി അത് പൂർത്തീകരിക്കും. കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെട്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതിലൊരു പൊടഞ്ഞേക്കാൻ തീരുമാനമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വന്തം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പരിഭാഷകനായി സ്ഥാനാർത്ഥി. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ് പ്രാസംഗികനായി എത്തിയ AICC സെക്രട്ടറി സന്ദീപിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. കന്നഡയിലായിരുന്നു സന്ദീപിന്റെ പ്രസംഗം. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ് സ്വന്തം കൺവെൻഷനിൽ പരിഭാഷകനായി മാറിയത്. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് അദ്ദേഹത്തിന് പരിഭാഷകനാകേണ്ടി വന്നത്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിയായിരുന്നു. ഇവരുടെ പ്രസംഗത്തിന് ശേഷം AICC സെക്രട്ടറിയായ സന്ദീപാണ് പ്രസംഗിക്കാനായി എത്തിയത്. സന്ദീപാകട്ടെ കന്നഡ ഭാഷയിലായിരുന്നു പ്രസംഗിച്ചത്. ഇതേ തുടർന്നാണ് കന്നഡ ഭാഷ നന്നായി അറിയാമായിരുന്ന ജ്യോതികുമാർ ചാമക്കാല പരിഭാഷകനായി മാറിയത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ನಾನು BM ಸಂದೀಪ್ ಅಂತ ಕಳೆದ 9 ವರ್ಷಗಳಿಂದ AICCಯ ಕಾರ್ಯದರ್ಶಿಯಾಗಿ ರಾಷ್ಟ್ರದ 20 ರಾಜ್ಯಗಳಲ್ಲಿ ಕೆಲಸ ಮಾಡಿದಂತ ಒಂದು ಅವಕಾಶವನ್ನ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ನನಗೆ ಕಲ್ಪಿಸಿಕೊಟ್ಟಿದೆ. ഞാൻ സന്ദീപ് എന്ന AICC സെക്രട്ടറി കഴിഞ്ഞ 9 വർഷമായി AICCയുടെ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചാരകനായി ഞാൻ ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. പ്രസംഗം പൂർണ്ണമായും ജ്യോതികുമാർ ചാമക്കാല പരിഭാഷപ്പെടുത്തി. ഹിന്ദി, കന്നഡ ഉൾപ്പെടെ 6 ഭാഷകൾ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അറിയാം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിൽ UDF വിമതനായി മത്സരിക്കാനൊരുങ്ങിയ DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാനെ ചേർത്ത് പിടിച്ച് KC വേണുഗോപാൽ MP. അടൂരിൽ ഇരുവരും ഒരുമിച്ച് ചർച്ച നടത്തിയതോടെ മത്സരത്തിൽ നിന്നും സഞ്ജയ് ഖാൻ പിന്മാറി. KC വേണുഗോപാലിന്റെ ഇടപെടലിലാണ് പുനലൂരിലെ വിമത ശല്യം ഒഴിവായത്. പുനലൂർ നിയോജക മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാനാണ് KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്ന് മത്സരരംഗത്തു നിന്നും പിന്മാറിയത്. തിങ്കളാഴ്ച രാവിലെ അടൂരിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ നേരിൽ കണ്ട ശേഷമാണ് മത്സരരംഗത്ത് നിന്ന് സഞ്ജയ് ഖാൻ പിന്മാറിയത്. ഇതോടെ പുനലൂരിൽ UDFലെ വിമത ഭീഷണി ഒഴിഞ്ഞു. അടൂരിൽ വെച്ചാണ് KC വേണുഗോപാലും SC സഞ്ജയ് ഖാനും തമ്മിൽ നേരിട്ട് കണ്ടത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ സഞ്ജയ് ഖാനെ KC വേണുഗോപാൽ ചേർത്ത് നിർത്തി. നിന്റെ രാഷ്ട്രീയ നിലപാടിനും മാന്യതയ്ക്കുമനുസരിച്ച് പാർട്ടി സംരക്ഷിക്കും. തല ഉയർത്തി നടക്കാൻ വേണ്ട എല്ലാ അവസരവും ഒരുക്കുമെന്ന് KC പറഞ്ഞു. എല്ലാം കേട്ടതിനു ശേഷം ഈ പാർട്ടിയാണ് എന്റെ ജീവനെന്നും പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ താൻ കാരണക്കാരനാകില്ലെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു. KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹിയായി ബഹുമാനായ ഇപ്പോഴത്തെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായിരിക്കുന്ന PC വിഷ്ണുവിനൊപ്പം KSU സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ഇവിടെ പ്രവർത്തനം തുടങ്ങി. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രതിനിധിയായി തന്നെ കേരള സർവകലാശാല സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. IB സംസ്ഥാന പ്രസിഡന്റായപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റായി IBയോടൊപ്പം പ്രവർത്തിച്ചു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ പുനലൂരിലെ ഏറ്റവും മൃഗീയമായി CPI ജയിക്കുന്ന പ്രദേശത്ത് നിന്ന് 7800-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്കെ ഈ പാർട്ടിയാണ് എനിക്ക് തന്നത്. എൻ്റെ വാപ്പ എനിക്ക് പേരിട്ടിരിക്കുന്ന എൻ്റെ വാപ്പ തികഞ്ഞ കോൺഗ്രസ്സാണ്. ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു, KPC മെമ്പറായിരുന്നു. അദ്ദേഹം എനിക്ക് പേരിട്ടത് സഞ്ജയ് ഖാൻ എന്നാണ് പേരിട്ടത്. എൻ്റെ പെണ്ണൊക്കെ പേരിട്ടത് സോണിയ ബീഗോ എന്നാണ്. ഇതാണ് എൻ്റെ കുടുംബം, കോൺഗ്രസ് കുടുംബമാണ്. എനിക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടപ്പോഴൊക്കെ പിടിച്ചു നിർത്തിയത് എൻ്റെ പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം കേരളത്തിൽ ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഐക്യജനാധിപത്യ മുന്നണി അഭിമുഖീകരിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി നേരിടുന്നത്. 10 വർഷമായ പിണറായി വിജയൻ്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പിൽ. ന്യൂസ് ബ്യൂറോ, അടൂർ. അടൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. UDF സ്ഥാനാർത്ഥി ശാന്തകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അടൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ശാന്തകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. AICC സംഘടനാകാര്യ സെക്രട്ടറിയും MPയുമായ KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്. ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ
മുടങ്ങാതെ അന്നം കഴിക്കാനും ഒക്കെ പാടുപെടുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വിഷമിക്കുന്നു. സഹോദരിമാർ, പ്രിയപ്പെട്ട സ്ത്രീകൾ, അവരെല്ലാ ജോലിയും ചെയ്യുന്നവരാണ്. അവർ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് രക്ഷാകവചം ഒരുക്കേണ്ടത്, അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് UDF മനസ്സിലാക്കിക്കൊണ്ടാണ്. അടൂർ പ്രകാശ് MP അധ്യക്ഷത വഹിച്ചു. KPCC അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും എടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമാകാനുള്ള ഒരു വലിയ ഭാഗ്യം എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ആ ഭാഗ്യം നിങ്ങൾ നൽകി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട ശ്രീ ശാന്തകുമാർ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയാകട്ടെ. പഴകുളം ശിവദാസൻ സ്വാഗതം പറഞ്ഞു. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. ഗീതാചന്ദ്രൻ, സീനാദേവി കുഞ്ഞമ്മ, ജോബി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ. അനൈക്യ മുന്നണിയായി UDF മാറിയെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു. LDF പുനലൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണി 10 വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നുണക്കഥകൾ പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അനൈക്യ മുന്നണിയായി UDF മാറിയെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു. LDF പുനലൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ അഞ്ചലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥികളെ പോലും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാതെ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത്. പലയിടങ്ങളിലും കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഇടതുമുന്നണി 10 വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നുണക്കഥകൾ പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. UDFന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. K ബാബുപ്പണിക്കർ അധ്യക്ഷത വഹിച്ചു. ലിജു ജമാൽ സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ, സ്ഥാനാർത്ഥി C അജയപ്രസാദ്, അറക്കൽ ബാലകൃഷ്ണപിള്ള, K ധർമ്മരാജൻ, KK ബാബു, കുതിരച്ചിറ രാജശേഖരൻ, KV എബ്രഹാം, ഷൈൻ ബാബു, ഫിലിപ്പ് കോശി, ജലീൽ പുനലൂർ, P പ്രകാശ്, R സജിലാൽ, M സലീം, KC ജോസ്, MA രാജഗോപാൽ, P സജി, D വിശ്വസേനൻ, S സന്തോഷ്, VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി K ബാബുപ്പണിക്കരെയും സെക്രട്ടറിയായി ലിജു ജമാലിനെയും തെരഞ്ഞെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് 3-ാം ഊഴം തുടർഭരണം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും വളർന്നു വരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ രാജ്യം വളരെ ഗുരുതരമായ ചില പ്രതിസന്ധികളിൽ കൂടി മുന്നോട്ട് നിൽക്കുന്ന ഒരു കാലത്താണ്. ഇന്ന് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ഈ അഞ്ചൽ പട്ടണം ഉൾപ്പെടെ പുനലൂരിൻ്റെയും കേരളത്തിൻ്റെയും പല പ്രദേശങ്ങളിലും ചെല്ലുമ്പോൾ ചെറിയ ചായക്കടകളിൽ പോലും ആളുകളുടെ അത് തുറന്നിരിക്കുകയാണെങ്കിൽ ആളുകളുടെ നീണ്ട ക്യൂ കാണാൻ കഴിയും. 21-ലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുന്തളയും പെരുന്നാങ്ങപ്പടിയും തിരിച്ചു പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 ആവർത്തിക്കുന്ന മുദ്രാവാക്യമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലും UDFിലും ആശയക്കുഴപ്പമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ. LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പുനലൂരിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലും UDFിലും ആശയക്കുഴപ്പമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ. LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പുനലൂരിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനലൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ 4 കോൺഗ്രസ് നേതാക്കൾ പരാജയപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസോ ലീഗോ ആര് മത്സരിച്ചാലും ഇടതുപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പുനലൂരിൽ വിജയിക്കുമെന്നും 3ാമത് ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സഖാവ് C അജയപ്രസാദ്. അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി സഖാവിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ ഭരണം തുടരുകയാണ്. ഈ 10 വർഷക്കാലത്തിനിടയിൽ
നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് രാഷ്ട്രീയ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുക. ഇടതുമുന്നണി സ്ഥാനാർത്ഥി C. അജയപ്രസാദ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ലിജു ജമാൽ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാബു പണിക്കർ, MA രാജഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജ്യോതി, പുനലൂർ നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ K. രാജശേഖരൻ, CPI നേതാക്കളായ R. സജിലാൽ, KC ജോസ്, L. ഗോപിനാഥപിള്ള, അഡ്വക്കേറ്റ് ലെനു ജമാൽ, K. അനിമോൻ, CPM ഏരിയ സെക്രട്ടറി P. സജി, D. വിശ്വസേനൻ, CPI മണ്ഡലം സെക്രട്ടറിമാരായ VP ഉണ്ണികൃഷ്ണൻ, S. സന്തോഷ്, ഘടകകക്ഷി നേതാക്കളായ ഷൈൻ ബാബു, K. ധർമ്മരാജൻ, ആനന്ദരാജൻ പിള്ള, ജോസ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വോട്ടർമാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കൊല്ലത്ത് സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് പെഡൽ ടു പോൾസ് എന്ന പേരിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചത്. എന്റെ വോട്ട് എന്റെ അഭിമാനം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. രാവിലെ ആശ്രമ മൈതാനത്ത് നിന്ന് ആരംഭിച്ച സൈക്ലോത്തോൺ ചിന്നക്കട, മണിമേട, കൊല്ലം ബീച്ച്, തങ്കശ്ശേരി വഴി കളക്ട്രേറ്റിൽ സമാപിച്ചു. 60ഓളം പേർ സൈക്ലോത്തോണിൽ പങ്കെടുത്തു. കളക്ടർ N. ദേവിദാസ് സൈക്ലോത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ സൈക്കിൾ ചവിട്ടി സംഘത്തിനൊപ്പം സൈക്ലോത്തോണിൽ പങ്കുചേർന്നു. സബ് കളക്ടറും സ്വീപ് നോഡൽ ഓഫീസറുമായ അഖിൽ വി മേനോനും ഒപ്പമുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, കൊല്ലത്തെ വിവിധ സൈക്ലിംഗ് ക്ലബ്ബുകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് സൈക്ലോത്തോൺ സംഘടിപ്പിച്ചത്. നിവാസികളെ ഒരു വലിയ ജനാധിപത്യ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ കൊല്ലം നഗരം ഒരുങ്ങുകയാണ്. ഇതാ വോട്ടവകാശത്തിന്റെ സന്ദേശവുമായി കൊല്ലം ജില്ലാ ഭരണകൂടവും സ്വീപും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെഡൽ ടു പോൾസ് സൈക്ലോത്തോൺ കടന്നു വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DHRM പാർട്ടിയുടെ പിന്തുണ UDFന്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. ഇടതുഭരണം ദലിത് ആദിവാസി മേഖലയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമായെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UDFനെ പിന്തുണയ്ക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാൻ അണ്ണാ DHRM പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 10 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഇടതുഭരണം ദളിത് ആദിവാസി മേഖലയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമായതിന്റെ അടിസ്ഥാനത്തിലാണ് UDFനെ പിന്തുണയ്ക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 10 വർഷക്കാലഘട്ടം ദളിത് ആദിവാസി മേഖലകളിൽ സമ്പൂർണമായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണമായതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അത്ര ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ നമുക്കറിയാം, സംഘപരിവാറിന് ബദലായി രാജ്യത്ത് കോൺഗ്രസ് വളർന്നു വരേണ്ട ആവശ്യകതയെ ഞങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തെ അതിന് കൂടുതൽ മുതൽക്കൂട്ടാകുമെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ പാർട്ടിയുടെ പിന്തുണ കൊടുക്കാമെന്ന തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. നമുക്കൊരു കാര്യം ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, ഈ 10 വർഷത്തെ വിഷയം ഞങ്ങൾ പറയുമ്പോൾ സർവ്വ മേഖലയിൽ ഞങ്ങൾ പറയാൻ കാരണം ഒന്ന് ഭൂമിയുടെ പ്രശ്നം, അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ദളിത് പീഡനങ്ങൾ, കുട്ടികളുടെ ഈ ഗ്രാൻഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ദളിത് ആദിവാസി മേഖല അവരുടെ വീടെന്നൊരു സ്വപ്നം ഇന്നും പൂർത്തിയാകാത്ത അവസ്ഥയിലേക്ക് വന്നു നിൽക്കുന്നു. അണ്ണാ DHRM പാർട്ടിയുടെ മണ്ഡലതല കമ്മിറ്റികൾ നിലവിൽ വന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ UDF പ്രവർത്തകർക്കൊപ്പം പ്രചാരണത്തിൽ നേരിട്ട് പങ്കെടുക്കും. മറ്റ് ജില്ലകളിൽ സമാന ചിന്താഗതിക്കാരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ച് UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം, സംസ്ഥാന പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര, സെക്രട്ടറിമാരായ ബൈജു പത്തനാപുരം, സിബു കാരൻകോട്, ശിവകാമി പത്തനംതിട്ട, രേഷ്മ കരിവേടകം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ണുകൾ കൊണ്ട് രചിച്ച അപൂർവ പുസ്തകത്തിന്റെ ചർച്ചയൊരുക്കി ഗ്രന്ഥശാല പ്രവർത്തകർ. ശരീരത്തിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്പൈനൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗബാധിതനായ PS കൃഷ്ണകുമാർ രചിച്ച നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന പുസ്തകത്തിന്റെ ചർച്ചയാണ് സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ഗ്രന്ഥശാലയുടെയും
താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ആദരവും ഒരുക്കി. ശരീരത്തിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്പൈനൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗബാധിതനായ PS കൃഷ്ണകുമാർ രചിച്ച നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ഗ്രന്ഥശാലയുടെയും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും സംഘാടനത്തിലാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ പരിപാടി സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ VM രാജ്മോഹൻ പുസ്തക പരിചയം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് N രാജൻ പിള്ള അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ R അരുൺകുമാർ, M സുരേഷ് കുമാർ, ഇടക്കുളങ്ങര ഗോപൻ, A സജീവ്, S ശിവകുമാർ, NS അജയകുമാർ, സബിതാജി നായർ, ഗ്രന്ഥകർത്താവ് PS കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. ജന്മനാ തന്നെ അപൂർവ രോഗം ബാധിച്ച കിടപ്പിലായ കൃഷ്ണകുമാർ പ്രത്യേകം വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ണുകൾ കൊണ്ടാണ് പുസ്തകരചന പൂർത്തിയാക്കിയത്. രാജ്യത്ത് തന്നെ അപൂർവമായ രീതിയിൽ പുസ്തകരചനയിലൂടെ ശ്രദ്ധേയനായ കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്ന സുഹൃത്തുക്കളെയും ചടങ്ങിൽ ആദരിച്ചു. സ്വന്തം മനസ്സിൽ പതിച്ച കാര്യം അതൊരു പേപ്പറിന്റെ പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രതലത്തിലേക്ക് ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വരണം എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ച തികച്ചും പരിമിത ശേഷി. അത് പരിമിത ശേഷി ഇന്നിപ്പോൾ നമുക്ക് പറയാനില്ല. പരിമിത ശേഷിക്ക് അപ്പുറത്തേക്ക് ഒരു പൂർണ്ണ ശേഷിയുള്ള മനുഷ്യനായി കൃഷ്ണകുമാർ വളർന്നു എന്നതിന്റെ തെളിവാണ് നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന് പറയുന്ന നെക്കുവേലകളുണ്ടായിരുന്നു, ഡോട്ട് പെന്നുകൾ, അതുപോലെ ഉള്ളൊരു പുസ്തകമാണ് ഇത്. ഇതൊരു യാത്രാവിവരണമല്ല, യാത്രാവിവരണം മാത്രമല്ല. ഇത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രചോദനാത്മക പുസ്തകം മാത്രമല്ല. ഇതിനെ വേണമെങ്കിൽ ഒരു ചരിത്ര പുസ്തകമായിട്ട് നമ്മൾ എടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ ഇതിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് കരുത്തുറ്റ നേതൃത്വമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് സാധിക്കൂ എന്ന് കൊട്ടാരക്കരയിൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് വലിയ മുന്നേറ്റം നാട് കൈവരിച്ചു. വോട്ടും വാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംവാദം കൊല്ലത്ത്. പുനലൂരിൽ UDF വിമതനെ ചേർത്ത് പിടിച്ച് KC വേണുഗോപാൽ. വിമതനായി മത്സരിക്കാനൊരുങ്ങിയ DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാനുമായി ചർച്ച. മത്സരത്തിൽ നിന്നും സഞ്ജയ് ഖാൻ പിന്മാറി. ചവറയിൽ NDA സ്ഥാനാർത്ഥി KR രാജേഷിന്റെ റോഡ് ഷോ. രാമൻ കുളങ്ങരയിൽ നിന്നും നല്ലെഴുത്തുമുക്ക് വരെയായിരുന്നു റോഡ് ഷോ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.